നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണ്. താരങ്ങളുടെ കൂടുവിട്ട് കൂടുമാറ്റം സജീവമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകളിൽ എ ഗ്രേഡ് ഏതൊക്കെ ട്രാൻസ്ഫറിന് കൊടുക്കാം, എ ഗ്രേഡ്, B+, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഇങ്ങനെയൊക്കെ ഓരോ ട്രാൻസ്ഫറുകളെയും വിലയിരുത്തി goal.com ഓരോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. മികച്ച ട്രാൻസ്ഫറുകൾക്ക് എ ഗ്രേഡ് കിട്ടും, അല്ലാത്തതിനനുസരിച്ച് താഴേക്കുള്ള ഗ്രേഡുകളായിരിക്കും. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ജൂലൈ 31 നടന്നൊരു ട്രാൻസ്ഫർ ആയിരുന്നു ജാവോ പലീഞ്ഞ ബയൺ മ്യൂണിക്കിൽ നിന്ന് ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് ലോണിലെത്തിയത്. ഇത് ബയണിനെ സംബന്ധിച്ചിടത്തോളം അവർ 51 മില്യൺ യൂറോ കൊടുത്ത് ഒരു വർഷം മുമ്പ് കൊണ്ടുവന്ന താരമാണ്. ആ താരത്തെയാണ് ഇങ്ങനെ ലോണിൽ കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേഡ് സി കൊടുക്കാവുന്ന ഒരു ട്രാൻസ്ഫറാണ് അവർക്ക്. അതേസമയം സ്പേഴ്സിന് ഇത് ഒരു ഗ്രേഡ് ബി കൊടുക്കാവുന്ന ട്രാൻസ്ഫറാണ്. പലീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങളും മറ്റുമൊക്കെ ലഭിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് ഇയറിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന് ഇത് ഒരു B+ ഗ്രേഡ് ട്രാൻസ്ഫറാണ് എന്നാണ് goal.comൻ്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ നടന്നൊരു ട്രാൻസ്ഫറാണ് വിക്ടർ ഓസിമൻ. നാപ്പോളിൽ നിന്ന് ഗാലറ്റസറായിലേക്ക് 75 മില്യൺ യൂറോക്കാണ് പോയത്. ഇത് നാപ്പോളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബി ഗ്രേഡ് ട്രാൻസ്ഫറാണ്. മികച്ച താരമാണ്, പക്ഷേ അദ്ദേഹം ക്ലബിൽ തുടരാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അത്തരം ഒരു ഘട്ടത്തിൽ 75 മില്യൺ യൂറോ കിട്ടുക എന്നുള്ളത് മോശമല്ലാത്ത ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. ഏതായാലും ആ ഒരു ട്രാൻസ്ഫറിന് ബി ഗ്രേഡാണ് കൊടുക്കുന്നത്. ഗാലറ്റസറായിക്ക് അവർ എങ്ങനെയും ഈ താരത്തെ വേണം എന്ന തരത്തിലാണ് മാർക്കറ്റിൽ നിന്നിരുന്നത്. അവർക്കിതൊരു A+ ഗ്രേഡ് തന്നെയാണ്. ഒസിംഹനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ മറ്റ് എലൈറ്റ് ക്ലബ്ബുകളിൽ കളിക്കാനുള്ള എല്ലാ ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം തുർക്കിയിലേക്ക് പോവുകയാണ്. സോ അദ്ദേഹത്തിന് ഇതൊരു ഗ്രേഡ് സി ട്രാൻസ്ഫർ ആയിട്ടാണ് goal.com വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പം ജൂലൈ 30 ഉള്ള ഒരു ട്രാൻസ്ഫർ ജോറൽ ഹാറ്റോയുടെ ട്രാൻസ്ഫറാണ്. അയാക്സിൽ നിന്ന് ചെൽസിയിലേക്ക് 37 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് ഈ ഒരു ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. അയാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു B- ട്രാൻസ്ഫറാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരുന്ന താരമാണ്. B+ ട്രാൻസ്ഫറായിട്ടാണ് ഇതിനെ ഗ്രേഡ് ചെയ്യുന്നത്. ഹാറ്റോയെ സംബന്ധിച്ചിടത്തോളം ബി ഗ്രേഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നടന്നത് ലൂയിസ് ഡയസിൻ്റേതാണ്. ലിവർപൂളിൽ നിന്ന് അദ്ദേഹം ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറി 75 മില്യൺ യൂറോക്ക്. തീർച്ചയായിട്ടും ലിവർപൂളിന് താരത്തെ നിലനിർത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവും എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി മോശമല്ലാത്തൊരു തുകയും അവർ സ്വന്തമാക്കി. ഒരു B+ ഗ്രേഡ് കൊടുക്കാവുന്ന ട്രാൻസ്ഫറാണിത് ലിവർപൂളിന്. സമയം ബയൺ മ്യൂണിക്കിന് ഒരു ബി ഗ്രേഡ് ട്രാൻസ്ഫറാണ്. ഡയസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിച്ചു കൂടുമാറിയതാണ്. ലിവർപൂൾ വിടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സോ B+ ഗ്രേഡാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസ്ഫറിനുണ്ടാവുക. മറ്റൊന്ന് ജെയിംസ് ട്രഫോർഡിൻ്റെ ട്രാൻസ്ഫറാണ്. ബേൺലിയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി 27 മില്യൺ യൂറോക്കാണ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. ബേൺലിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബിറ്റർ ബ്ലോ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഗ്രേഡ് ഡി ട്രാൻസ്ഫറാണ് അവർക്ക്. അതേസമയം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ നടത്തിയൊരു എറർ കറക്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഒരിക്കലും ഒർട്ടേഗ ഒരു ഗുഡ് ഇനഫ് പ്ലെയർ ആയിരുന്നില്ല അവർക്ക്. അതുകൊണ്ട് ഇതൊരു ബി ഗ്രേഡ് ട്രാൻസ്ഫറാണ്. ട്രഫോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിച്ച ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. സോ ഗ്രേഡ് എ ട്രാൻസ്ഫർ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. മറ്റൊന്ന് ജാവോ ഫെലിക്സ് അൽ നസറിലേക്ക് ചെക്ക് ചെയ്തതാണ്. ചെൽസിയിൽ നിന്ന് അൽ നസറിലേക്ക് 50 മില്യൺ യൂറോക്കാണ് അദ്ദേഹം പോകുന്നത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇനി അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. 50 മില്യൺ യൂറോ ലഭിക്കും എന്നുള്ളത് അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതൊരു A+ ഗ്രേഡുള്ള ട്രാൻസ്ഫറാണ് ചെൽസിക്ക്. സമയം അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം എത്രത്തോളം മികച്ച പ്രകടനം നടത്തും എന്നുള്ളത് കണ്ടിരണം. സമീപകാലത്തൊന്നും അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല. എന്തായാലും ഗ്രേഡ് ബി ട്രാൻസ്ഫറാണ് അൽ നസറിന്. ഫെലിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യങ് പ്രോമിസിംഗ് പ്ലെയർ ആയിരുന്നു. 25 വയസ്സിൽ തന്നെ യൂറോപ്പ് വിട്ട് സൗദി അറേബ്യയിലേക്ക് ചേക്കേറുന്നു. ഒരു C- ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആയിട്ടാണ് goal.com ഇത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിലയിരുത്തുന്നത്. വിക്ടർ ഗ്യോക്കറസിൻ്റെ ട്രാൻസ്ഫർ സ്പോർട്ടിംഗ് CPയിൽ നിന്ന് ആഴ്സണലിലേക്ക് 64 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം താരം പോയേ പറ്റൂ എന്ന് ഒറ്റ നിലപാടിൽ നിന്നതാണ്. അപ്പോൾ മോശമല്ലാത്തൊരു തുകക്ക് അദ്ദേഹത്തെ വിൽക്കാൻ പറ്റിയെന്നുള്ളത് ഗ്രേഡ് എ ട്രാൻസ്ഫറാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു B+ ട്രാൻസ്ഫറാണ്. ഗ്യോക്കറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, അദ്ദേഹം ആഴ്സണലല്ലാതെ മറ്റെവിടേക്കും പോകില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ പറ്റിയെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊരു A ഗ്രേഡ് ട്രാൻസ്ഫറാണ്. മറ്റൊന്ന് റോഡ്രിഗോ ഡി ബോളിൻ്റെ ട്രാൻസ്ഫറാണ്. 15 മില്യൺ
ഡോളറിനാണ് അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ചേക്കേറിയത്. അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു താരമായിരുന്നു. അദ്ദേഹത്തെ കൈവിടുന്നു. ഒരു C+ ഗ്രേഡുള്ള ട്രാൻസ്ഫറാണ് അവർക്ക്. മയാമിക്ക് അവരുടെ മധ്യനിര ശക്തിപ്പെടുത്തണം. മെസ്സിയുമായിട്ട് വളരെ നല്ല രൂപത്തിൽ ഇണങ്ങിച്ചേർന്ന് പോകാൻ കെൽപ്പുള്ള താരത്തെ എത്തിച്ചിരിക്കുന്നു. അവർക്കിതൊരു ഗ്രേഡ് ട്രാൻസ്ഫറാണ്. ഡി ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ നിന്നുള്ള മാറ്റമാണ്. അദ്ദേഹത്തിന് ആ അർത്ഥത്തിലൊരു തിരിച്ചടിയാണെങ്കിലും അദ്ദേഹത്തിന് മയാമിയിൽ മെസ്സിക്കൊപ്പം ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ആ ആഗ്രഹം സഫലമാകുന്നു. സോ ഇതൊരു ഗ്രേഡ് ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിന്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ഹ്യൂഗോ എക്കിറ്റിക്കയുടേതാണ്. വമ്പൻ തുക കൊടുത്ത് 79 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് കൊടുത്താണ് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ലിവർപൂള് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഐൻട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തുക അവർക്ക് ലഭിച്ചിരിക്കുന്നു. അവർക്കിതൊരു ഗ്രേഡ് ട്രാൻസ്ഫറാണ്. ലിവർപൂൾ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരികയാണ്. അവർക്കിതൊരു B ഗ്രേഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ എക്കിറ്റിക്കയ്ക്ക് ഒരു സംശയവുമില്ല. അദ്ദേഹം PSG വിട്ടതിന് ശേഷം ഐൻട്രാക്റ്റിൽ പോയി വീണ്ടും ഒരു പ്രധാനപ്പെട്ട ക്ലബിലേക്ക്, അതും പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് ഇതൊരു ഗ്രേഡ് A ട്രാൻസ്ഫറാണ്. മറ്റൊന്ന് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ട്രാൻസ്ഫറാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് ലോണിൽ പോയത്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇനി അവർ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തില്ല എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. സോ അവരുടെ ഒരു സൂപ്പർ താരത്തെ അവർക്ക് നഷ്ടമാകുന്നു. 27 വയസ്സേ ഉള്ളൂ. സോ ഗ്രേഡ് D ട്രാൻസ്ഫർ എന്ന് പറയേണ്ടി വരും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിക്കോ വില്യംസ് ഒക്കെ പിന്മാറിയ ഒരു ഘട്ടത്തിൽ ഈ താരത്തെ കൊണ്ടുവരുന്നു. സോ ഗ്രേഡ് B ട്രാൻസ്ഫറാണ്. റാഷ്ഫോർഡിന് ഒരു സംശയവുമില്ല. അദ്ദേഹം ജനുവരി മുതലേ കാത്തിരിക്കുന്ന ട്രാൻസ്ഫറാണ്. സോ ഇതൊരു ഗ്രേഡ് A ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിന്. ഇനി യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് ബ്രയാൻ എംബുമയെ അവർ കൊണ്ടുവന്നു. 71 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് ബ്രെൻഫോർഡിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് താരത്തെ അവരെത്തിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ബ്രെൻഫോർഡിന് ഇത് വലിയ തുക കിട്ടിയിരിക്കുന്നു. ഒരു ഗ്രേഡ് A+ ട്രാൻസ്ഫറാണ്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം അവർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ goal.com വിലയിരുത്തുന്നത് ഒരു ഗ്രേഡ് D ട്രാൻസ്ഫറായിട്ടാണ്. എംബ്യൂമക്ക് ഇതൊരു ഗ്രേഡ് C ട്രാൻസ്ഫറായിട്ടും അവർ വിലയിരുത്തുന്നു. മറ്റൊന്ന് നോനി മഡൂക്കിൻ്റെ പോക്കാണ്. ചെൽസിയിൽ നിന്ന് ആഴ്സണലിലേക്കാണ് അദ്ദേഹം കൂടുമാറിയത്. 50 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനായിരുന്നു ആ ഒരു കൂടുമാറ്റം. ചെൽസിക്ക് ഇതൊരു A+ ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ ആഴ്സണലിന് ഇതൊരു C- ഗ്രേഡുള്ള ട്രാൻസ്ഫറായിട്ടാണ് goal.com വിലയിരുത്തുന്നത്. മഡൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു B- ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആണെന്നും വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ലുക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിൽ നിന്ന് AC മിലാനിലേക്ക്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫ്രീ ഏജൻറ്റ് എന്ന രൂപത്തിലാണ് അദ്ദേഹം പോകുന്നത്. റയലിൽ അദ്ദേഹം കളിച്ച് ആ ഒരു കോൺട്രാക്റ്റൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം AC മിലാനിലേക്ക് ചേക്കേറുന്നു. റയൽ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേഡ് B ട്രാൻസ്ഫറാണ്. അദ്ദേഹത്തെ അവിടെ നിലനിർത്തിയില്ല എന്നുള്ളത്. മിലാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേഡ് C ട്രാൻസ്ഫർ എന്ന് പറയേണ്ടി വരും. ഒരു വെറ്ററൻ താരത്തെ അവർക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും, എത്ര പ്ലെയിൻ ടൈം കൊടുക്കാൻ പറ്റും എന്നതൊക്കെ ഒരു ചോദ്യമാണ്. മോഡ്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേഡ് A ട്രാൻസ്ഫറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ മറ്റൊരു യൂറോപ്യൻ ജയൻസിലേക്കാണല്ലോ അദ്ദേഹം കൂടുമാറിയിരിക്കുന്നത്, MLS പോവാതെ. സോ അദ്ദേഹത്തിന് ഇതൊരു ഗ്രേഡ് A ട്രാൻസ്ഫർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് ആൻ്റണി എലാങ്ക നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് 55 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് എത്തുന്നത്. ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേഡ് C ട്രാൻസ്ഫർ ആണെങ്കിൽ ന്യൂകാസിലിന് ഗ്രേഡ് B ട്രാൻസ്ഫറായിട്ട് കണക്കാക്കുന്നു. എലാങ്കയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു മികച്ച ട്രാൻസ്ഫറാണ്. ഗ്രേഡ് A ട്രാൻസ്ഫറായിട്ടാണ് കണക്കാക്കുന്നത്. മുഹമ്മദ് കുദുസിൻ്റെ കാര്യമാണ് അടുത്തത്. വെസ്റ്റ് ഹാമിൽ നിന്ന് അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് 55 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് പോയത്. ഇതൊരു ഗ്രേഡ് C ട്രാൻസ്ഫറാണ് വെസ്റ്റ് ഹാമിനെന്നും, സ്പേഴ്സിന് ഒരു A- ഗ്രേഡുള്ള ട്രാൻസ്ഫറാണെന്നും, കുദുസിന് ഒരു B+ ട്രാൻസ്ഫറാണെന്നുമാണ് അവർ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നടന്നിട്ടുള്ള മാർട്ടിൻ സുബിമെൻഡിയുടേതാണ്. റയൽ സോസിഡാഡിൽ നിന്ന് ആഴ്സണൽ അദ്ദേഹത്തെ 60 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വലിയ തുകക്ക് താരത്തെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതൊരു B+ ഗ്രേഡ് ട്രാൻസ്ഫറാണ് റയൽ സോസിഡാഡിനെങ്കിൽ. ആഴ്സണൽ അവർ ആഗ്രഹിച്ച തരത്തിലൊരു താരത്തെ കൊണ്ടുവരുന്നു. A- ഗ്രേഡുള്ള ട്രാൻസ്ഫറാണ്. സുബിമെൻഡിക്ക് ഇതൊരു A ഗ്രേഡുള്ള ട്രാൻസ്ഫറാണെന്നും വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫറിലേക്ക് പോയാൽ ജാവോ പെഡ്രോയുടേതാണ്. ബ്രൈറ്റണിൽ നിന്ന് അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറിയത് 60 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനായിരുന്നു. തീർച്ചയായിട്ടും ഇത് ബ്രൈറ്റണിനെ സംബന്ധിച്ചിടത്തോളം വലിയ തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കിതൊരു ഗ്രേഡ് A ട്രാൻസ്ഫർ ആണെങ്കിൽ ചെൽസിക്ക് ഗോൾ അടിക്കാൻ കെൽപ്പുള്ളൊരു സ്ട്രൈക്കറെ കിട്ടുന്നു. ഒരു B- ഗ്രേഡുള്ള ട്രാൻസ്ഫറായിട്ട് കണക്കാക്കുന്നു. അതേസമയം പെഡ്രോക്ക് ഇതൊരു C+ ഗ്രേഡുള്ള ട്രാൻസ്ഫറായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അടുത്തത് പോൾ പോഗ്ബയുടേതാണ്. പോൾ പോഗ്ബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൊണോക്കോയിലേക്ക് ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡോപ്പിംഗ് ടെസ്റ്റ്, അതിലുള്ള ബാന് ഒക്കെ മാറി മടങ്ങിയെത്തുന്നു.
മൊണോക്കോക്ക് എന്തായാലും മികച്ചൊരു താരത്തെ ലഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കനുസരിച്ചുള്ള പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ. സോ ഗ്രേഡ് B+ ആണ് കൊടുക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ കരിയർ പുനരാരംഭിക്കാൻ പറ്റുന്നു. ഒരു A ഗ്രേഡ് ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിന്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്ലോറിൻ വേർട്സിൻ്റെ ട്രാൻസ്ഫറാണ്. ബയർ ലെവർക്യൂസനിൽ നിന്ന് ലിവർപൂളിലേക്ക് 116 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിനാണ് അദ്ദേഹം എത്തിയിരുന്നത്. ഇതൊരു A+ ഗ്രേഡ് ട്രാൻസ്ഫറാണ്. ലെവർക്യൂസന് വലിയ തുക അവർ അതിലൂടെ സമ്പാദിച്ചിട്ടുണ്ട്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു B+ ഗ്രേഡുള്ള ട്രാൻസ്ഫറായിട്ട് കണക്കാക്കുന്നു. താരത്തിന് ഇതൊരു A ഗ്രേഡ് ട്രാൻസ്ഫറായിട്ടാണ് കണക്കാക്കുന്നത്. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ റിവർ പ്ലേറ്റിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചെറിയ പ്രായത്തിലുള്ള പയ്യന് 40 മില്യൺ യൂറോയാണ് റയൽ മാഡ്രിഡ് കൊടുത്തത്. റിവർ പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു D+ ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആയിട്ടാണ് കണക്കാക്കുന്നത്. താരത്തെ കുറച്ച് കാലം കൂടി എവിടെ അവർ കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ തുകക്ക് അദ്ദേഹത്തെ കൈമാറാൻ പറ്റിയേനെ. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു B+ ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുമ്പോൾ മസ്റ്റൻഡൂനോക്കും B+ ഗ്രേഡുള്ള ട്രാൻസ്ഫർ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. KDBയുടെ കാര്യമാണ് എടുത്തത്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് നാപ്പോളിയിലേക്ക് ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് ചേക്കേറിയിട്ടുള്ളത്. ഏതായാലും ഇത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു B ഗ്രേഡ് ട്രാൻസ്ഫർ ആണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാമായിരുന്നു, അതിലേക്ക് അവർ പോയില്ല. നാപ്പോളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു B+ ഗ്രേഡുള്ള ട്രാൻസ്ഫറാണ്. മികച്ചൊരു താരത്തെ അവർ സ്വന്തമാക്കിയാണ്. ഡിബ്രോയിനെ സംബന്ധിച്ചിടത്തോളം A+ ഗ്രേഡാണ്, സംശയമില്ല. കാരണം സിറ്റി വിട്ടിട്ട് അദ്ദേഹം മറ്റൊരു മികച്ച ക്ലബിലേക്കാണ് ഇവിടെ ചേക്കേറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റയാൻ ചെർക്കിയുടേതാണ്. ലിയോണിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് 34 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിനാണ് അദ്ദേഹം എത്തിയത്. ലിയോണിനതൊരു B- ഗ്രേഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ സിറ്റിക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു താരത്തെ എത്തിക്കാൻ പറ്റിയിരിക്കുന്നു. അവർക്കിതൊരു A ഗ്രേഡ് ട്രാൻസ്ഫറാണ്. അതുപോലെ തന്നെ താരത്തിനും ഇതൊരു A ഗ്രേഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ജോബ് ബെല്ലിംഗാം സണ്ടർലൻഡിൽ നിന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് 32 മില്യൺ യൂറോക്കാണ് പോയത്. സണ്ടർലൻഡിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു തുക ലഭിച്ചിരിക്കുന്നു. B ഗ്രേഡ് ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുന്നു. ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു B- ഗ്രേഡിലുള്ള ട്രാൻസ്ഫർ ആയിട്ടും ബെല്ലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം B+ ഗ്രേഡിലുള്ള ട്രാൻസ്ഫർ ആയിട്ടുമാണ് വിലയിരുത്തിയിരിക്കുന്നത്. അടുത്ത ട്രാൻസ്ഫർ നമ്മൾ നോക്കുന്നത് ലിയാം ഡെലാപ്പിൻ്റെതാണ്. അദ്ദേഹം ഇപ്സ്വിച്ച് ടൗണിൽ നിന്ന് ചെൽസിയിലേക്ക് ചേക്കേറിയത് 30 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിനാണ്. ഇത് ഇപ്സ്വിച്ച് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് C ട്രാൻസ്ഫറും ചെൽസിക്ക് B+ ട്രാൻസ്ഫറും താരത്തിന് A ഗ്രേഡ് ട്രാൻസ്ഫറുമായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. മാറ്റിസ് കുഞ്ഞ അദ്ദേഹം ജൂൺ 1 വോൾസിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 62.5 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിന് പോയിരിക്കുന്നത്. വോൾസിനെ സംബന്ധിച്ചിടത്തോളം മോശമില്ലാത്തൊരു തുക ലഭിച്ചിരിക്കുന്നു. B+ ആണ് ആ ഒരു ട്രാൻസ്ഫറിന് അവർക്ക് കൊടുക്കുന്ന ഗ്രേഡെങ്കിൽ യുണൈറ്റഡിന് ഒരു B ഗ്രേഡാണ് ഈ ട്രാൻസ്ഫറിൽ കൊടുക്കുന്നത്. കുഞ്ഞെ സംബന്ധിച്ചിടത്തോളം B- ഗ്രേഡുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു ട്രാൻസ്ഫർ ജെർമി ഫ്രിംപോങ്ങിൻ്റെതാണ്. ബയർ ലെവർക്യൂസനിൽ നിന്ന് അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തിയത് 30 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിനായിരുന്നു. ഇത് ബയർ ലെവർക്യൂസനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, അങ്ങനെ ഒരു താരത്തെ അവർ കൈവിടുന്നു എന്നുള്ളത്. ഗ്രേഡ് D ആണ് അവരുടെ ട്രാൻസ്ഫറിന് കൊടുക്കുന്നതെങ്കിൽ ലിവർപൂളിന് ഇതൊരു മികച്ച ട്രാൻസ്ഫറാണ്. A ഗ്രേഡ് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അതേസമയം ഫ്രിംപോങ്ങിനും ഇതൊരു ഗ്രേഡ് A ട്രാൻസ്ഫറാണ്. അതേസമയം ലിവർപൂളിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത് 10 മില്യൺ യൂറോക്കായിരുന്നു. തീർച്ചയായിട്ടും ഇത് ലിവർപൂളിന് ഒരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗ്രേഡ് D ട്രാൻസ്ഫറായിട്ടാണ് കണക്കാക്കുന്നത്. റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച മികച്ചൊരു താരത്തെ ചെറിയ തുകയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഗ്രേഡ് A ട്രാൻസ്ഫറായിട്ട് അത് കണക്കാക്കുമ്പോൾ താരത്തിന് ഇതൊരു ഗ്രേഡ് B ട്രാൻസ്ഫറായിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുള്ളത് ഡീൻ ഹ്യൂയിസിൻ്റെ ട്രാൻസ്ഫർ ആയിരുന്നു. ബേൺമൗത്തിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് 59.5 മില്യൺ യൂറോക്കാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയത്. ബേൺമൗത്തിന് ഇതൊരു B ഗ്രേഡ് ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുമ്പോൾ റയൽ അവർ ആഗ്രഹിച്ച പോലെ മികച്ചൊരു താരത്തെ എത്തിക്കുകയാണ്, അതും അധികം പ്രായമില്ലാത്ത താരത്തെ. സോ ഗ്രേഡ് A ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുന്നു. ഹ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു A+ ട്രാൻസ്ഫറാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകൾക്ക് നൽകുന്ന ഗ്രേഡുകൾ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.